നമുക്കൊരു ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് എങ്ങനെ ബ്ലൗസ് തയ്ക്കാമെന്ന് നോക്കാം. എല്ലാവർക്കും പരാതിയാണ് ബ്ലൗസ് ഇടുമ്പോൾ തോളയിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്, ഷോൾഡറിൽ നിൽക്കുന്നില്ല, അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. നമുക്കത് അവിടെ ഷോൾഡർ നല്ല പിടിച്ചിരിക്കുന്ന രീതിയിൽ ഒരു ബ്ലൗസ് എങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബ്ലൗസിൻ്റെ മെഷർമെൻ്റ് എടുക്കാം. ആദ്യം നമ്മൾ ഇറക്കം പിടിക്കണം. ഇറക്കം പിടിക്കുന്നത് തോളിൽ നിന്ന് എത്ര ഇറക്കമുണ്ടോ അത്ര ഇറക്കമാണ് ആദ്യം അതെടുക്കണം. ഈ ബ്ലൗസിന് 15 ഇഞ്ച് ഇറക്കമുണ്ട്. അവിടെ നിന്ന് ആ തോളിൻ്റെ ബ്ലൗസിൻ്റെ ഇറക്കം പിടിക്കുമ്പോൾ തന്നെ ബ്ലൗസിൻ്റെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം കൂടെ പിടിക്കണം. അത് ഇതിന് 8.5 ഇഞ്ചുണ്ട്. അത് ബാക്ക് നെക്ക് 8.5. അത് കഴിഞ്ഞ് നമ്മൾ ബോഡി ബ്ലൗസിൻ്റെ വണ്ണം വെച്ചാൽ നെഞ്ച് വണ്ണം പിടിക്കണം. അത് നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ അവിടെ നിന്ന് കഷക്കുഴിയുടെ അവിടെ വരെ ഫ്രണ്ട് വണ്ണം പിടിക്കണം. അവിടെ നിന്ന് ബാക്ക് പീസിൽ നിന്ന് അടുത്ത കൈയുടെ കഷക്കുഴിയുടെ അവിടെ വരെ ഉള്ള വണ്ണം ഒരുമാതിരി ഒത്തിരി വലിച്ചു പിടിക്കേണ്ട, ഒരു മീഡിയം കറക്റ്റ് അളവിന് ചുളുക്കമില്ലാത്ത രീതി സ്ട്രെയിറ്റ് പിടിക്കണം. അവിടെ നിന്ന് പിന്നെ ഫ്രണ്ട് കഴുത്തിൻ്റെ അവിടെ വരെയുള്ള വണ്ണം ഇതിനിപ്പം 43.5 ഇഞ്ച് വണ്ണമുണ്ട്. അപ്പോൾ നമ്മളിത് ബ്ലൗസ് ക്രോസ് ആയതുകൊണ്ട് ആ 43.5 എന്നുള്ളത് 43 മതി. കാരണം ഈ ബ്ലൗസ് വലിയും. ഇതേ വലിവിലിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്ക്കുന്ന ബ്ലൗസിന് ചിലപ്പോൾ വണ്ണം കൂടിപ്പോയി. അതുകൊണ്ട് അളവെടുക്കുന്ന ക്രോസ് ബ്ലൗസ് ഫ്രണ്ട് ക്രോസാണ് വെട്ടിയിരിക്കുന്നതെങ്കിൽ അതിൽ നിന്നൊരു 1/2 ഇഞ്ച് കുറച്ചിട്ട് വണ്ണം നമ്മൾ തയ്ക്കുന്ന ബ്ലൗസിന് ഇട്ടാൽ മതി. നെഞ്ച് വണ്ണം 43.5. പിന്നെ നമ്മൾ കൈ ഇറക്കം പിടിക്കണം. കൈയുടെ ഇറക്കം ഇതിന് 12 ഇഞ്ച്. ബ്ലൗസിൻ്റെ അടിയിലത്തെ വണ്ണവും പിടിക്കണം. അപ്പോൾ നമ്മളത് ഇങ്ങനെ അടിവണ്ണം ഇങ്ങനെ അത് ഒരുമാതിരി വലിച്ചു പിടിക്കരുത്, കറക്റ്റ് അളവിന്. ടേപ്പും ബ്ലൗസും ഒരേ വലിവിൽ നിന്ന് ആ വണ്ണം എഴുതണം. അത് 35. പിന്നെ നമ്മൾ കൈയുടെ ഇറക്കം പിടിക്കുന്നത്. കൈയുടെ ഇറക്കം എന്ന് പറഞ്ഞാൽ നിവർത്തി അങ്ങോട്ട് വെച്ചിട്ട് കൈ തുടങ്ങുന്നിടത്തുനിന്ന് കൈയുടെ അരികു വരെ എത്ര ഇഞ്ചുണ്ടോ അതെടുക്കണം. അത് 12 ഇഞ്ച്. പിന്നെ നമുക്ക് കൈയുടെ റിഗാളിൻ്റെ അളവ്, റിഗാളല്ല, നമ്മുടെ റിഗാൾ കഴിഞ്ഞിട്ട് കൈ റൗണ്ട് തുടങ്ങുന്ന അടുത്ത വണ്ണം, അത് ഇതിന് 15 ഇഞ്ചുണ്ട്. അത് ലെവൽ ഇങ്ങനെ പിടിക്കണം. 15. അത് പിന്നെ കൈ അറ്റത്ത് ബ്ലൗസിൻ്റെ കൈയുടെ ഇറക്കം എത്രയുണ്ടോ ആ ഇറക്കത്തിൻ്റെ അറ്റം അടിയിലത്തെ വണ്ണം പിടിക്കണം. അത് നമ്മുടെ ടേപ്പ് ആ അളവ് കറക്റ്റ് ആവുന്ന രീതിയിൽ ഇത് മടക്കിയിട്ട് പിടിക്കുമ്പം 5.25 ഉണ്ട്. അതിൽ ആ വണ്ണം നമുക്ക് 10.5. പിന്നെ നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ബ്ലൗസ് നിവർത്തി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് നെക്ക് ഇത് 6 ഇഞ്ചുണ്ട്. ആ 6 ഇഞ്ച് നമ്മൾ ഇങ്ങനെ കറക്റ്റ് പിടിക്കുമ്പോൾ തന്നെ വലിയ വലിവൊന്നുമില്ല. അതുകൊണ്ട് ആ 6 തന്നെ ഫ്രണ്ട് കഴുത്തിന് ഇടണം. ഫ്രണ്ട് നെക്ക് 6 ഇത് ഇത്രയും നോക്കിയതിന് ശേഷം നമുക്ക് ഒരു ഇത്രയും ഉണ്ടെങ്കിൽ ഏകദേശം ഒരു ബ്ലൗസ് തയ്ക്കാൻ പറ്റും. എനിക്ക് പറ്റും, മറ്റുള്ളവർക്ക് ഇനി വേറെ അളവ് വേണമെന്ന് എനിക്കറിയത്തില്ല. ഇത് ഇത്രയും മതി. അത് ഈ അളവിൽ എങ്ങനെ നമുക്ക് വെട്ടാൻ പറ്റുമെന്ന് നോക്കാം. ഇറക്കം 15. ബ്ലൗസിൻ്റെ മേളത്തെ വണ്ണം മേളത്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ റിഗാൾ കഷക്കുഴി കൊണ്ട് റൗണ്ട് എടുക്കണം. അതിൻ്റെ വണ്ണം 43.5. ബ്ലൗസിൻ്റെ അടിയിലത്തെ വണ്ണം 35. കൈ ഇറക്കം 12. കൈ നമ്മുടെ റിഗാളിൻ്റെ വട്ടമുള്ള വെച്ചാൽ കൈ തുടങ്ങുന്നിടത്ത് ഈ നമ്മുടെ കഷക്കുഴി ഭാഗമില്ല, ആ ഭാഗത്താണ് 15 ഇഞ്ച്. കൈയുടെ തുമ്പിലുള്ളതാണ് 10.5 ഇഞ്ച് വണ്ണം.
ബാക്ക് നെക്ക് 8.5, ഫ്രണ്ട് നെക്ക് 6. ഇത്രയും വെച്ച് നമുക്ക് എങ്ങനെ ബ്ലൗസ് വെട്ടാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ ആദ്യം ബ്ലൗസിൻ്റെ അടിവശത്ത് 1 ഇഞ്ച് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യണം. 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് അടിയിലത്തെ തയ്യൽ തുമ്പും മേളത്തെ തയ്യൽ തുമ്പും 1/2 ഇഞ്ച് വീതം. അത് ഈ 1 ഇഞ്ച് അതങ്ങ് മാറ്റണം. അതിന് ശേഷം നമ്മൾ ബ്ലൗസിന് നമ്മൾ ആ ഇറക്കം എടുത്തില്ലേ, ആ ഇറക്കം ബ്ലൗസിൽ അടയാളം ചെയ്യാം. അതിന് പിന്നെ ആ ഒരു ലൈനിൽ തന്നെ നമുക്ക് ബാക്ക് നെക്ക്, നമ്മൾ ബാക്ക് പീസാണ് ആദ്യം വെട്ടുന്നത്. അതുപോലെ ആ ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഇത് നമുക്ക് 8.5 ഇഞ്ചാണ് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടേണ്ടത്. അന്നേരം നമുക്ക് മേളിലൊരു 1/2 ഇഞ്ച് മേളത്തെ തയ്യൽ തുമ്പാണ് വിടണം. അത് അടയാളം ചെയ്യും. അത് പിന്നെ നെക്കിൻ്റെ ഇറക്കം അത് 8.5 ഇഞ്ച് അത് അടയാളം ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് ഷോൾഡർ നമുക്ക് സാധാരണ വണ്ണത്തിൻ്റെ 1/6 നമ്മൾ ഷോൾഡർ എടുക്കുന്നത്. പക്ഷേ ബാക്ക് കഴുത്ത് ഇറക്കം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് 6 വേണ്ട. 6 പക്ഷെ ആ 6 നമുക്ക് ഷോൾഡർ കഴുത്തിറക്കം കൂടുതലുള്ളതിനാണെങ്കിൽ അത് നമുക്ക് എടുത്താൽ കഴുത്തിനകലം ഷോൾഡർ ചെയ്ത് കൂടിപ്പോവും, തോളയിൽ ഇറങ്ങിപ്പോവും. നമുക്കത് അത്രയും വേണ്ട. അങ്ങനെ നമുക്ക് ഷോൾഡർ വീതി ഒരു 11 ഇഞ്ച് 12 ഇഞ്ചിട്ട് വെട്ടണം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും. അവിടെ നമുക്ക് റിഗാളിലേക്കുള്ള ഇറക്കം, കഷക്കുഴിയിലേക്കുള്ള ഇറക്കം, ആ ഷോൾഡർ 6 എടുക്കുന്നതിന് റിഗാൾ 6 എടുക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അതിൽ 6 എടുത്താൽ നമുക്ക് റിഗാൾ ഒരുപാട് വലുതായി പോകും. അതുകൊണ്ട് നമുക്ക് ഒരു കുറച്ചെടുത്ത് നോക്കണം. ഞാൻ എടുക്കുന്നത് ഒരു 5 ഇഞ്ചിട്ടാണ് വരയ്ക്കുന്നത്. ആ 5 ഇഞ്ച് അവിടെ അടയാളം ചെയ്യും. ആ 5 ഇഞ്ചിൻ്റെ അവിടുന്ന് ആദ്യം സ്കെയിൽ വെച്ച് ഇതൊന്ന് വരയ്ക്കണം. ഇവിടെ 6 ഇഞ്ച്, ആ 5 ഇഞ്ചിൻ്റെ ഭാഗത്ത് നമ്മൾ നേരെ നമുക്കൊരു എൽ സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അളവ് കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ പറ്റും. നമ്മളിവിടെ കറക്റ്റ് ചെയ്തിട്ട് അവിടെ തന്നെ വരയ്ക്കണം. ഇത് കഴുത്തിനിറക്കമാണ്. നമുക്കകത്ത് കഴുത്തിന് ഇറക്കാം. ചിലർക്ക് കഴുത്തിന് അകലം കൂടുതൽ വേണം, ചിലർക്ക് വേണ്ട. ചിലർക്ക് എല്ലാവർക്കും മീഡിയം അളവായിരിക്കും വേണ്ടത്. ഇത് ഒരുപാട് കഴുത്തിന് അകലമുള്ളവരല്ല. അന്നേരം നമ്മൾ ചെയ്യേണ്ട പണിയെന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ അകലം നോക്കണം. ഇങ്ങനെ വരും. ഇതിപ്പോൾ ഒരു 6 ഇഞ്ച് അകലമേ ഉള്ളൂ. 6 ഇഞ്ച് അകലം. 6 ഇഞ്ച് അകലം വരുമ്പോൾ 6 ഇഞ്ച് അകലം നമ്മൾ ബ്ലൗസിൽ കൊടുക്കരുത്. അതിൽ നമുക്കൊരു 2.25 അകലം കൊടുക്കാം. കഴുത്തിൻ്റെ അകലം ആ 2.25 നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം പിടിച്ചില്ലേ, അവിടെ 2.25 കൊടുക്കണം. എന്നിട്ട് കഴുത്തിൻ്റെ ഇറക്കം മേലെയും താഴെയൊക്കെ വരയ്ക്കണം. ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുത്തിന് റൗണ്ട് വരയ്ക്കാൻ അറിയാം. ഇതേ ഷേപ്പുള്ള ഒരു സ്കെയിൽ കിട്ടും. ആ സ്കെയിൽ എടുത്ത് വെച്ചിട്ട് നമുക്കിവിടെ റൗണ്ട് വരയ്ക്കാം. ഇതാ കഴുത്തിൻ്റെ റൗണ്ട്. റിഗാളും പറയുന്നത് നമ്മൾ ഈ റിഗാളിൻ്റെ അവിടെ വേണം വണ്ണം അടയാളം ചെയ്യാൻ. നമ്മളിപ്പോൾ ഈ 43.5 എടുത്തതിൻ്റെ 4/1 അതാണ് നമ്മുടെ ഈ മടക്കിയിട്ട പീസിൻ്റെ. ഇത് നമ്മൾ പീസ് മടക്കിയിടുമ്പോൾ അത് പകുതിയാവും. ഈ പകുതിയുടെ ബാക്ക് നമുക്ക് ഇത് പകുതിയാണ്, ബാക്കിൻ്റെ വണ്ണത്തിൻ്റെ പകുതി. ആ
പകുതിയിൽ നമ്മുടെ വണ്ണത്തിൻ്റെ 4 അടയാളം ചെയ്യണം. 43.5 4 നമുക്ക് ഫ്രണ്ട് ക്രോസ് ആയതുകൊണ്ട് 1/2 ഇഞ്ച് കുറച്ചെടുത്താൽ മതി. ഇവിടെ 43 ഇഞ്ച് വരുമ്പോൾ അതിൻ്റെ 4 പറയുന്നത് 10.25 വരും. മുക്കാൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അടിവണ്ണം 35. 35ൻ്റെ 4 8.25. ആ 8.25 ഇവിടെ അടയാളം ചെയ്യണം. അവിടെ നമുക്ക് അടിയിൽ ടക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും അടിയിൽ ബ്ലൗസിൻ്റെ അടിയിൽ നേരത്തെ ടക്ക് കൊടുക്കാനും ഇപ്പം കൂടുതലും പേര് ടക്ക് ഇടത്തില്ല. ടക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2.5 ഇഞ്ച് കൊടുക്കണം. ഇതിപ്പം ടക്ക് വേണ്ടാത്തതുകൊണ്ട് നമുക്ക് 1.5 ഇഞ്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ആ മേളത്തെ വണ്ണത്തിൽ നിന്ന് താഴത്തെ വണ്ണത്തിലോട്ട് അടയാളം ചെയ്യണം. ആദ്യം നമ്മൾ വണ്ണം ഉള്ളത് വരയ്ക്കണം. രണ്ടാമത് നമ്മൾ തയ്യൽ തുമ്പ് വരയ്ക്കണം. അതിനുശേഷം ഇതിപ്പം ബ്ലൗസിൻ്റെ ബാക്കാണ്. നമുക്ക് കൈവ റിഗാൾ വരയ്ക്കണം. റിഗാൾ വരയ്ക്കുന്നത് ഈ ഒരു റൗണ്ട് സ്കെയിൽ എടുത്ത് വെച്ചിട്ട് കണ്ടോ, ഈ കഷക്കുഴിയുടെ 5 ഇഞ്ച് എടുത്തെങ്കിൽ അതിൻ്റെ പകുതി അടയാളം ചെയ്യണം. 2.5 ഇഞ്ച്. ആ 2.5 ഇഞ്ച് രണ്ടും നമ്മുടെ ഈ സ്കെയിലിൻ്റെ ഈ ഒരു ഭാഗവും അടിഭാഗവും കൂടെ ഇങ്ങനെ മുട്ടി നിൽക്കണം. കണ്ടോ, ഈ മേൽഭാഗം ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് അങ്ങനെ സ്കെയിൽ കറക്റ്റ് വെക്കാം. ഈ കർവുള്ള ഈ ഭാഗത്ത് നമ്മളിങ്ങനെ വരയ്ക്കുന്നു. ഉണ്ടാകും. അപ്പം നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗമായി. ഇനി നമ്മളത് ആ വരയെ കൂടെ തന്നെ വെട്ടിയെടുക്കുന്നു. ഇതാണ് ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗം. ഇത് 33.5 ഇഞ്ച് വണ്ണമുള്ള ഒരു ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗമാണ്. അടിവണ്ണം 35. ഇത് 43.35. അത് നമ്മൾ മാറ്റി വെക്കുന്നു.